പിന്നെ നിങ്ങൾ ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അതിന്. അപ്പോൾ ഇതേ എൻ്റെ മോൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ കഴിച്ചിട്ട് ഇതേ സൂപ്പറാന്ന് പറയാം കേട്ടോ. ഹായ്, അപ്പം ഞാൻ ദേ ഇന്ന് വന്നേക്കുന്നത് ഒരു വെണ്ടയ്ക്ക മോരുകറി ആയിട്ടാണ് കേട്ടോ. അപ്പം അതിൻ്റെ റെസിപ്പി എന്തൊക്കെയാണ് അതിൻ്റെ ചേരുവകൾ എന്നൊക്കെ ഉള്ളത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം കുറച്ച് വെണ്ടയ്ക്ക ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് ഒരു പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. എണ്ണ ചൂടായി. അപ്പോൾ നമുക്ക് അതിനകത്ത് കടുക് ഇട്ടു, പിന്നെ കുറച്ച് ഉലുവ നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ അത് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് വത്തൽമുളക് 2-3 കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്നത് അതും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്തേക്ക് 2-3 പച്ചമുളക് കീറിയിടുക. പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളി, ഞാനിട്ട് തക്കാളി ഇച്ചിരി വലുപ്പം കൂടുതലായിരുന്നു. അപ്പോൾ മീഡിയം സൈസ് തക്കാളി ഇടുക, കറിവേപ്പില ഇടുക, നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അത് നല്ലപോലെ വരണ്ട് വരുമ്പോഴത്തേക്ക് അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കായപ്പൊടി, പിന്നെ നമ്മൾ ഉലുവയും കൂടെ ജീരകം കൂടെ പൊടിച്ച് നമ്മൾ ചേർക്കുക. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് പൊടിച്ച് ചേർക്കുക കേട്ടോ. അപ്പോൾ ഇതേ വെണ്ടയ്ക്ക് നമ്മളൊന്ന് ഫ്രൈ ആക്കി നമ്മൾ ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കാവുള്ളൂ. പിന്നെ നമ്മൾ തൈര് നമ്മൾ മിക്സിയിൽ നിന്ന് അടിച്ച് വെച്ചിട്ടുണ്ട്. അതിന് മുന്നേ ഞാൻ കുറച്ച് തേങ്ങ ഞാൻ അതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഞാനൊരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പം പുളി കൂടുതലുള്ള തൈരാകുമ്പോൾ നമ്മൾ തേങ്ങ കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അതിന്. അപ്പോൾ ഇതേ എൻ്റെ മോൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ കഴിച്ചിട്ട് ഇതേ സൂപ്പറാന്ന് പറയാം കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു.